പാകിസ്ഥാൻ്റെ പ്രവിശ്യയായിട്ടുള്ള ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത്? പാകിസ്ഥാനിലെ വിമത നേതാവ് മിർ ബലൂച്ച് നടത്തിയൊരു പ്രഖ്യാപനമാണ്. 85% ബലൂചിസ്ഥാൻ്റെ പ്രദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലല്ല, അത് ബലൂജ് വിമോചന പോരാളികളുടെ നിയന്ത്രണത്തിലാണ്. സ്വന്തമായൊരു കൊടി ബലൂചിസ്ഥാനുണ്ട്, സ്വന്തം ഭാഷയുണ്ട്, സ്വന്തം കറൻസിയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം സംസ്കാരമുണ്ട്. ഇത് പാകിസ്ഥാനല്ല, ഇത് ബലൂചിസ്ഥാനാണ് എന്നൊരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബലൂജ് വിമോചന പോരാളികൾ അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നറിയപ്പെടുന്ന ഒരു വിഘടനവാദ പ്രസ്ഥാനം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ വേർപെടുത്താൻ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവച്ചിരിക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ബലൂജ് ജനതയ്ക്ക് പാകിസ്ഥാനിൽ ചേരുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഭരിച്ചിരുന്നത് ഒരു മുസ്ലിം രാജാവായിരുന്നു. ആ പ്രദേശങ്ങൾ പാകിസ്ഥാൻ കയ്യേറി. അങ്ങനെ കാശ്മീർ എങ്ങനെയാണോ, കാശ്മീരിൻ്റെ പകുതി ഭാഗം എങ്ങനെയാണോ പാകിസ്ഥാൻ കയ്യേറിയത്, അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും ഒരു പാക് അധിനിവേശമായിരുന്നു യഥാർത്ഥം ഉണ്ടായത്. അത് പാക് ജനതയുടെ ബലൂചിസ്ഥാൻ ജനതയുടെ ആശയങ്ങൾക്കനുസൃതമായിരുന്നില്ല, അവരുടെ അഭിലാഷങ്ങൾക്ക് ചേരുന്നതായിരുന്നില്ല. അങ്ങനെയൊന്നും വന്നുകൊണ്ട് വളരെ പണ്ട് തൊട്ടേ അവിടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങൾക്കും ഇന്ത്യയുടെ ഭരണത്തിൽ പങ്കുണ്ട്. ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റ് മാത്രമേ ഇതിൽ കുറവുണ്ടാവുള്ളൂ. എങ്കിലും അവിടെ നിന്നുള്ള ആൾക്കാരെയും പ്രധാന ഭരണത്തിൽ പങ്കാളിയാക്കാൻ എല്ലാ ദേശീയ സർക്കാരുകളും ശ്രമിക്കാറുണ്ട്. അത് കോൺഗ്രസ് വന്നാലും ശരി, BJP വന്നാലും ശരി, ഇന്ത്യയിൽ അങ്ങനെയാണ്. എന്നാൽ ഇതുപോലെ അല്ല പാകിസ്ഥാനിലെ കാര്യം. പാകിസ്ഥാനെ മുഴുവനായിട്ട് ഭരിക്കുന്നത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യ മാത്രമാണ്. ആ പ്രവിശ്യയിലെ ആൾക്കാരായിരിക്കും ബാക്കി എല്ലാവരെയും അടക്കി ഭരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതുകൊണ്ട് പല മനുഷ്യാവകാശ ലംഘനങ്ങളും പാകിസ്ഥാനിൽ എല്ലായിടത്തും നടക്കാറുണ്ട്. ഇത് സിന്ധു പ്രവിശ്യയിൽ ഈ പ്രശ്നമുണ്ട്, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഈ പ്രശ്നമുണ്ട്, ബലൂചിസ്ഥാനിൽ ഈ പ്രശ്നമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആകെ സംഘർഷമാണ്. ആ രാജ്യം ഉണ്ടായ കാലം തൊട്ടേ സംഘർഷമാണ്. പാക് അധീന കാശ്മീരിൽ പോലും അവിടുത്തെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. എന്തായാലും വർഷങ്ങളായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ പ്രക്ഷോഭം നടത്തുകയായിരുന്നു. മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം യാദൃശ്ചികമായിട്ടാണോ അല്ലയോ എന്നറിയില്ല, അജ്ഞാതമായ കാരണങ്ങളാലാണോ എന്നറിയില്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ശക്തി കൂടി, അവർക്ക് കൂടുതൽ ആയുധങ്ങൾ കിട്ടുന്നു, അവർ കൂടുതൽ പാക് പട്ടാളക്കാരെ കൊല്ലുന്നു. പാകിസ്ഥാനിലെ കൂടുതൽ മേഖലകളിലേക്ക് അവർ അതിക്രമിച്ചു കയറുന്നു. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ ഒരു അതിർത്തി മേഖല മുഴുവൻ ആകെ പ്രശ്നമാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ളൊരു ആരോപണമുണ്ടല്ലോ, അത് ശരിയാണോ? മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അജ്ഞാതമായ ചില കാരണങ്ങളാൽ, യാദൃശ്ചികമായിട്ടാണോ അല്ലയോ എന്നറിയില്ല, ബലൂചിസ്ഥാനിലെ പ്രക്ഷോഭങ്ങളുടെ ശക്തി കൂടിയിരിക്കുന്നു. അവിടെ നിന്ന് പൊട്ടുന്ന വെടിയുണ്ടകളുടെ എണ്ണം കൂടിയിരിക്കുന്നു, അവർക്ക് കിട്ടുന്ന ആയുധങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ പോരാളികൾക്ക് സമരവീര്യം വർദ്ധിച്ചിരിക്കുന്നു. അവർ കൂടുതൽ പാക് പട്ടാളക്കാരെ കൊല്ലുന്നു. പാകിസ്ഥാൻ്റെ ട്രെയിൻ മുഴുവനായിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു. ഏറ്റവും വലിയ തമാശ, നമ്മുടെ ഇവിടെയൊക്കെ ട്രെയിനൊന്നും തട്ടിക്കൊണ്ടുപോകാറില്ല. പാകിസ്ഥാൻ പട്ടാളക്കാർ കയറിയ ഒരു ട്രെയിനൊക്കെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് കൂടുതൽ പേരെയും വെടിവെച്ച് കൊല്ലും. സ്വന്തം കൂടെ ചേരാൻ തയ്യാറുള്ള കുറേ ആൾക്കാരുണ്ടാവും. ബലൂചിസ്ഥാനിൽ നിന്നുള്ള പാക് സൈനികർക്കൊന്നും ഇപ്പം പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല. അവരൊക്കെ ബലൂചിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗം ആവാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനത്തെ പല സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും മിർ ബലൂച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് സംഭവിച്ചേക്കണം എന്താണ്? ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണെന്ന് പറയണം. ഇവിടെ ഒരു സുപ്രധാന ചോദ്യം, ഈ നീക്കത്തിന് പുറകിൽ, ഇപ്പോൾ ഉണ്ടായ പ്രഖ്യാപനത്തിൻ്റെ പുറകിൽ പ്രേരകശക്തിയായത് ആര്? എന്തായാലും സ്വന്തമായിട്ടായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് രാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അങ്ങനെ ഒരു പ്രദേശത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇത്രയും നാൾ അവർ ഇന്ത്യയാണ് ഞങ്ങൾക്ക് എപ്പോഴും ആശ്രയം എന്നൊരു മനോഭാവത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയോടാണ് താല്പര്യം കൂടുതൽ. വേണ്ടി വന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോലും അവരതിന് തയ്യാറായിരുന്നു. അങ്ങനത്തെ ഒരു നാടാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ഇപ്പം ഇത് സംഭവിച്ചപ്പോൾ അതിന് പുറകിൽ ഇന്ത്യയാണോ അതോ മറ്റാരെങ്കിലുമാണോ? മറ്റാരെങ്കിലും ആണെങ്കിൽ അതാരായിരിക്കും? ഈ രണ്ട് ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇപ്പോഴത്തെ യുദ്ധസമയം ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കാണെങ്കിലോ ഒരു താല്പര്യമുണ്ട്, ഇറാനിലേക്ക് കരയുദ്ധം നടത്തണം. അതിന് രണ്ട് വഴിയാണ് ഉള്ളത് പോസിബിളായിട്ട്. പല വഴിയുണ്ട്. കാര്യം അഫ്ഗാനിസ്ഥാൻ വഴിയാവാം, ടർക്കി വഴിയാവാം, ഇറാഖ് വഴിയാവാം, പാകിസ്ഥാൻ വഴിയാവാം. എങ്കിലും US ഏറ്റവും എളുപ്പമുള്ളത്, അവർക്ക് അവരുടെ സമ്മർദ്ദതന്ത്രം കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് രണ്ടിടത്തുനിന്നാണ്. അതിലൊന്ന് ഇറാഖിൽ നിന്നാണ്, മറ്റേത് പാകിസ്ഥാനിൽ നിന്നാണ്. ഈ രണ്ടിടത്തു നിന്നും US ശ്രമിച്ചാൽ അവരുടെ കരസേനയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ഇറാഖിൽ നിന്നുള്ളത് ഉണ്ടാവും എന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. എന്നാണോ കൃത്യമായിട്ട് കരയുദ്ധത്തിന് വേണ്ടി അമേരിക്കൻ സൈന്യവും അതുപോലെ തന്നെ ഗൾഫിലെ നിലവിലുള്ള രാജ്യങ്ങളുടെ സൈന്യങ്ങളും ഇസ്രായേൽ സൈന്യവും റെഡിയാവുന്നത്, അന്നൊരു കരയുദ്ധം ഇറാഖ് വഴി ഇറാനിലേക്ക് നടക്കും. പക്ഷേ മറുവശത്ത് ഒരേ സമയം രണ്ട് യുദ്ധമുന്നണി തുറക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്നും കൂടി അമേരിക്കൻ സൈനികരോ പാക് പട്ടാളമോ കയറണം. അതിന് പാകിസ്ഥാനിലൊരു പ്രശ്നമുണ്ട്. പാകിസ്ഥാൻ ജനത അതിനെ എതിർക്കും. അതുകൊണ്ട് പാക് പട്ടാളത്തിന് എളുപ്പം ചെയ്യാൻ പറ്റില്ല, രഹസ്യമായിട്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വന്നാൽ
പാകിസ്ഥാൻ പട്ടാളത്തെയോ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അനുസരിക്കാത്തൊരു ഭൂഭാഗം ഉണ്ടായിരിക്കട്ടെ, ആ ഭൂഭാഗം അവിടെ ഒരു സൈന്യത്തെ നിർത്തിയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതൊരു സാധ്യതയാണ്. അങ്ങനെ ആ ഒരു സാധ്യതയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് പുറകിൽ അമേരിക്കയാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് അങ്ങനെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. രണ്ട് സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഒന്ന് അമേരിക്ക, മറ്റേത് ഇന്ത്യ. ഇത് രണ്ടിൻ്റെയും റിസൾട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അമേരിക്കയാണെങ്കിലോ ഇറാനിലേക്കൊരു കരയുദ്ധം സെറ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നു. അമേരിക്കൻ സൈനികർ പാകിസ്ഥാൻ്റെ യാതൊരു സഹായം കൂടെ അവിടെ എത്തുന്നു. വേഷപ്രച്ഛന്നരായ പാകിസ്ഥാൻ സൈനികർ ബലൂചിസ്ഥാൻ സൈന്യത്തിനുള്ള മട്ടി തന്നെ അവിടെ നിൽക്കുന്നു. ഇവർ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിന് ബലൂചിസ്ഥാൻ ജനത അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ഇതിന് സമ്മതിക്കണം, എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം മുന്നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തകർത്തിട്ട് അമേരിക്ക സേനയ്ക്ക് അവിടെ മുന്നേറേണ്ടി വരും, അല്ലെങ്കിൽ പാക് പട്ടാളത്തിന്. അതിന് ഇറാൻ്റെ പിന്തുണയൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും. അതും പറഞ്ഞുകൊണ്ട് ഇറാനെ ആക്രമിക്കേണ്ടി വരും. എന്തായാലും അത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, അമേരിക്ക. നമുക്ക് ആ ഓപ്ഷൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇനി അടുത്ത ഓപ്ഷനിലേക്ക് കടക്കാം. അത് ഇന്ത്യ ആയിരിക്കാം എന്നുള്ളതാണ്. ഇന്ത്യയാണെങ്കിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരു കരസൈന്യത്തെ നീക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് മങ്ങുകയാണ്. കാരണം എന്താണ്? ഇന്ത്യ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു ബലൂചിസ്ഥാനാണെങ്കിൽ അവർ ഇന്ത്യ ഇറാൻ്റെ ഒപ്പമാണ്. കാരണം ഇറാൻ എന്നുള്ള രാജ്യത്ത് അമേരിക്ക കീഴടക്കുന്നത് ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ ഇസ്രായേലിൻ്റെ സുഹൃത്താണ്, അമേരിക്കയുടെ സുഹൃത്താണ്, ഇറാൻ്റെയും സുഹൃത്താണ്. ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതിനോടാണ് സൗഹൃദം കൂടുതലെന്ന് ചോദിച്ചാൽ ഇറാനോടാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ അവിടുന്ന് സ്ഥിരം എണ്ണ വാങ്ങുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്രിക്സ് എന്നുള്ള കൂട്ടായ്മയിലെ അംഗമാണ് ഇറാൻ. ആ കൂട്ടായ്മയുടെ ഇത്തവണത്തെ ഉച്ചകോടിയിലേക്ക് ഇറാൻ പ്രസിഡന്റിനെ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് നല്ലൊരു പ്രതിസംഘത്തെ ഇന്ത്യ അയച്ചു. അത് ഇന്ത്യക്ക് വലിയ പേരുണ്ടാക്കിയത് ഇറാനിലൊക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇറാൻ്റെ സുഹൃത്തുക്കളാണ്, ഇറാൻ കീഴടക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ബലൂചിസ്ഥാൻ്റെ ഒരു മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാൻ്റെ കരസൈന്യത്തിന് ബലൂചിസ്ഥാനിൽ കൂടെ, അതായത് ഇറാൻ്റെ അതിർത്തി കൂടെ അങ്ങോട്ട് പട്ടാളത്തെ കടത്താൻ പറ്റില്ല. ഇതൊരു പ്രശ്നമുണ്ട്. ഇനി ബലൂചിസ്ഥാനെ അടിച്ചമർത്തി വേണമെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇറാൻ അതിർത്തിയിലേക്ക് ചെല്ലാം, ശരിയാണ്. പക്ഷേ നമ്മൾ ബലൂചിസ്ഥാനെ കൊണ്ടാണ് ജയിച്ചതെങ്കിൽ ബലൂചിസ്ഥാൻ സേനയെ പാകിസ്ഥാൻ പട്ടാളം അടിച്ചമർത്താൻ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ പാക് അതിർത്തി കുഴപ്പമുണ്ടാക്കും. നമ്മുടെ പട്ടാളക്കാർ പതുക്കെ POKയിൽ കയറാൻ നോക്കും, പാകിസ്ഥാനെ ആക്രമിച്ചെന്ന് വരും. അങ്ങനെ വന്നാൽ പാകിസ്ഥാന് ഒരേ സമയം രണ്ട് യുദ്ധമുന്നണി യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഒരു ഒറ്റ യുദ്ധമുന്നണി പോലും അവർക്ക് പറ്റില്ല. അവർക്ക് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻകാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അവിടുന്ന് ഒരു ആക്രമണം വരും. ചുരുക്കി പറഞ്ഞാൽ ബലൂചിസ്ഥാനിൽ കുഴപ്പമുണ്ടാക്കാൻ പാകിസ്ഥാൻ നോക്കിയാൽ ഒരേ സമയം 3 അതിരുകളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരും. ഒന്ന് ഇറാൻ അതിർത്തിയാണ്, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയാണ്. രണ്ടാമത്തത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയാണ്. മൂന്നാമത്തെ ഇന്ത്യ പാക് അതിർത്തിയാണ്. മൂന്നിടത്തു നിന്നും ഒരേപോലെ പാകിസ്ഥാൻ പ്രശ്നം നേരിടേണ്ടി വരും. അതായത് ബലൂചിസ്ഥാനെ വിമോചിപ്പിക്കുന്ന ഈ നീക്കത്തിന് പുറകിൽ ഇന്ത്യയാണെങ്കിൽ ഉറപ്പാണ് ഈ 3 മുന്നണിയിൽ നാളെ ഒരു കാലത്തൊരു യുദ്ധം പാകിസ്ഥാനെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകും. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അടുത്തായിട്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ പോകുന്നവരാണ്. അത് POK ആണ്. പാക് അധീന കാശ്മീർ പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പോകാൻ ആഗ്രഹം എന്ന് പറയണം. ഇന്ത്യയാണെങ്കിലോ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാക് അധീന കാശ്മീരിലെ MP-മാർക്കും കൂടി ഇരിക്കാൻ വേണ്ടി സീറ്റ് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ കുഴപ്പം, അവിടുന്ന് MP-മാർ വരട്ടെ, അത് നമ്മൾ ചേർത്തെടുക്കും ഇങ്ങോട്ട്. ചേർത്തിട്ട് അവിടുന്ന് 2-4 MP-മാർ വരണ പ്രശ്നമല്ലേ ഉള്ളൂ. ഓൾറെഡി കാശ്മീരിൽ നിന്ന് 4 MP-മാരുണ്ട്, അപ്പുറത്തുനിന്ന് 2-3 MP-മാർ ഒന്നുവെച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താം, അവിടെ നിന്നുള്ള പ്രതിനിധികൾക്ക് ഒരു കുറച്ച് നാളത്തേക്ക് വോട്ടവകാശം ഉണ്ടാവില്ലോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ പോലും അവിടുന്ന് പ്രതിനിധികൾ വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഈ പറഞ്ഞ പാക് അധീന കാശ്മീരും നമ്മുടെ ജമ്മു കാശ്മീരും ചേർത്ത് ഒറ്റ നിയമസഭ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ താല്പര്യം. വേണ്ട 3 ഇതാക്കാം. ലഡാക്ക് എന്ന് പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമുണ്ട്, ജമ്മു കാശ്മീർ എന്ന ഒരു നിയമസഭയുണ്ട്, പാക് അധീന കാശ്മീർ എന്ന് പറഞ്ഞ മേഖലയെ വേറെ നിയമസഭയാക്കാനും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വേറെ സംസ്ഥാനമാക്കി നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് POK എന്ന് പറയണത് ഈ വൈകാതെ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ബലൂചിസ്ഥാനും POKയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് എന്ത് പറ്റും? അതോടുകൂടി സിന്ധ് മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. അങ്ങനെ വന്നാൽ സിന്ധിൽ ഓൾറെഡി സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടക്കണ്ടെന്ന് ഓർക്കണം, അവിടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ പഞ്ചാബികളുടെ അധിനിവേശ മനസ്ഥിതിക്കെതിരെ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മിനിമം 3 ഏരിയാസ് റെഡിയാണ്. 1 സിന്ധ്, 2 ബലൂചിസ്ഥാൻ, 3 POK പാക് അധീന കാശ്മീർ. അതിൽ ബലൂചിസ്ഥാൻ ഓൾറെഡി ആ സ്റ്റെപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി സിന്ധും പാക് അധീന കാശ്മീരും മാത്രമേ കടക്കാനുള്ളൂ. ഇത് കൂടാതെ പാകിസ്ഥാൻ്റെ വടക്ക് കിഴക്കൻ അതിർത്തിയുണ്ട്. ആ ഒരു വടക്കേ പ്രദേശം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, നോർത്ത് വെസ്റ്റേൺ ഏരിയ. ആ ഏരിയയിൽ ധാരാളം ഭീകരവാദ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ താലിബാൻ്റെ പിന്തുണയോടുകൂടിയിട്ട് ഒത്തിരി ആക്രമണം നടക്കുന്നുണ്ട്. ആ ഭാഗം സ്വതന്ത്രമാവാനും അവിടെ ഒരു പരിധി വരെ ചിലപ്പം അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലാവാനും അധീനതയിലായി പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം 4-5 ആയിട്ട് ചെതറും. അത് പഞ്ചാബ് എന്ന് പറയുന്ന മേഖല മാത്രമേ അവസാനം പാകിസ്ഥാനായിട്ട് ഉണ്ടാവുള്ളൂ. അവർക്കൊരു കടൽത്തീരം ഉണ്ടാവില്ല, ഒരു തുറമുഖം പോലും ഉണ്ടാവില്ല.
ഇപ്പം തന്നെ ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇന്ത്യ പറഞ്ഞിട്ടാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന സുപ്രധാന കാര്യം, ബലൂചിസ്ഥാനിലെ ഗദർ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധീനത്തിലാവും. ഇറാനിലുള്ള ഇന്ത്യയുടെ ചബഹാർ തുറമുഖമുണ്ട്, അവിടെ ഓൾറെഡി അമേരിക്കയുടെ ആക്രമണം നേരിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്കുകൾ അയക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നാൽ ഗദർ തുറമുഖം നമ്മുടെ അധീനത്തിലായാൽ മതി. ആ തുറമുഖം വഴി വടക്കോട്ട് ചരക്കുകൾ അയക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനത്തെ സാധ്യത അവിടെ തുറന്നു കിട്ടുകയാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് പുതിയൊരു മാർഗ്ഗം നമ്മൾ വെട്ടി തുറക്കാൻ പോവുകയാണ്. ആ മാർഗ്ഗം തന്നെ ഇറാനിലേക്ക് ചരക്ക് അയക്കാനുള്ള മാർഗ്ഗമായിട്ട് കൂടെ വിപുലീകരിക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് ഇന്ത്യ കണ്ടിരുന്നത് ചൈനയുടെ 1 Belt 1 Road പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് ഗദർ തുറമുഖത്തുനിന്ന് ബലൂചിസ്ഥാൻ ക്രോസ് ചെയ്ത് പാകതീര കാശ്മീരിയുടെ ക്രോസ് ചെയ്തിട്ട് ചൈന കൈവച്ചിരിക്കുന്ന കാശ്മീർ പ്രദേശത്തൂടെ ചൈനയിലേക്ക് ഒരു റോഡ്, ഇതാണ്. ഈ റോഡിൻ്റെ നിർമ്മാണത്തെ ഇന്ത്യ അനുകൂലിക്കുന്നുണ്ടായിരുന്നില്ല. ഈ റോഡ് പദ്ധതി പൂർണ്ണമായിട്ടും അവതാളത്തിലാവും. ചൈനയ്ക്ക് ഇനി 1 ഇഞ്ച് പോലും റോഡ് പണിയാൻ പറ്റില്ല. റോഡിന് പണിയണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മേൽനോട്ടത്തിലേ പറ്റുള്ളൂ. അതായത് ചൈനയ്ക്ക് റോഡ് പണിയാം, പക്ഷേ ഇന്ത്യ സമ്മതിക്കണം. ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പോർട്ട് അവിടെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുകയും ചൈനയിലേക്ക് ചരക്ക് നീക്കം ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ അഥവാ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ചെയ്യാനൊരു പദ്ധതി കൊണ്ടുവരികയും ചെയ്യും. അതൊരു തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ പ്രദേശത്ത് നമ്മുടെ ആധിപത്യം വർദ്ധിക്കുന്നു. ചൈന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പോർട്ട് നമ്മുടേതായിത്തീരുന്നു. ആ റോഡിൻ്റെ കൺട്രോൾ നമുക്ക് വരുന്നു. ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ അത് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതായത് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയും ചൈനയും സംഘടിക്കുമ്പോൾ ബലൂചിസ്ഥാൻ അതുപോലെ തന്നെ 1 Belt 1 Road പദ്ധതി, ഗദർ തുറമുഖം തുടങ്ങിയത് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നതിന് പകരം അത് ഇന്ത്യക്കും ചൈനയ്ക്കും അനുകൂലമാക്കി ഒന്നാക്കി മാറ്റാൻ വേണ്ടി ഈ 2 രാജ്യങ്ങൾക്ക് പറ്റും. അതിലുള്ള ചർച്ചകൾ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പുതിയ സാമ്പത്തിക ഇടനാഴിക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇതൊരു തെറ്റുള്ള കാര്യമല്ല. മാത്രമല്ല, ഇനി സിന്ധും കൂടി സ്വതന്ത്രമായി നിന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത് പ്രദേശത്ത് നിന്ന് നേരിട്ട് സിന്ധിലേക്ക് നാളെ ഒരു കാലത്ത് ഒരു റോഡ് മാർഗ്ഗം ബലൂചിസ്ഥാനിലേക്ക് കടക്കാനും കൂടെ പറ്റും. കാരണം അവിടെ പാകിസ്ഥാൻ്റെ അല്ലാണ്ടായാൽ, സിന്ധ് സ്വതന്ത്ര രാജ്യമായാൽ മിക്കവാറും അത് ഇന്ത്യ അനുകൂലിക്കാനാണ് സാധ്യത. ഇന്ത്യയെ പോലെ അതിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടെ വീണ്ടും പിടിച്ച് ആക്രമിച്ച് കീഴടക്കും. വീണ്ടും അവിടെ പ്രശ്നങ്ങളാവും. അത് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റായിട്ട് തന്നെ മാറും. സ്വതന്ത്രമായിട്ട് അവർക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് ഇറാനും ഇടയ്ക്ക് ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി തുറക്കാൻ പറ്റും. ഈ ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കട്ടെ. അങ്ങനെ വന്നാൽ മുംബൈയിൽ നിന്ന് ടെഹ്റാനിലേക്ക് ഒരു റോഡ് വരികയും അത്തരം ഒരു സാമ്പത്തിക ഇടനാഴി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. നാളെ റഷ്യയിൽ നിന്ന് റോഡ് മാർഗ്ഗം ഇന്ത്യയിലേക്ക് ചരക്കുകൾ എത്തിക്കാനും എണ്ണ വ്യാപാരം നടത്താനും അങ്ങോട്ട് ഓരോ സാധനങ്ങൾ അവർക്കും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഒരു റോഡ് മാർഗ്ഗം എന്ന് പറയുന്നത് റഷ്യയുടെ പദ്ധതിയിലാണ്. ഇന്ത്യ റഷ്യയും കൂടെ അങ്ങനത്തെ പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം കടലിൽ കൂടെ പറ്റുള്ളൂ നിലവിൽ. എന്താ കാരണം? ഇറാൻ വരെ അതെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നമ്മൾ സൗഹൃദമല്ല, ശത്രുരാജ്യമാണ്. അതുകൊണ്ട് അതിൽ കൂടെ റോഡ് വെട്ടി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം പാകിസ്ഥാൻ പല പീസായിട്ട് വിഭജിക്കപ്പെടുകയും സിന്ധും ബലൂചിസ്ഥാനും സ്വന്തം രാജ്യങ്ങളാവുകയും ആ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഖ്യകക്ഷികളാവുകയും ചെയ്താൽ ഇത്തരം ഒരു റോഡ് മാർഗ്ഗത്തിന് ഇനി സാധ്യതയുണ്ട്. അങ്ങോട്ട് റോഡ് കടത്താൻ പറ്റും. ഇറാൻ വരെ പോവാം, ഇറാനിൽ കൂടെ ടർക്കിയും കടന്ന് റഷ്യയിലേക്ക് വരെ പോവാം. ഇതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ തുറന്നു നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുമോ? ഇതൊരു സുപ്രധാന ചോദ്യമാണ്. മാത്രമല്ല, ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം എപ്പോൾ വേണമായിരുന്നു ചോദ്യമുണ്ട്. ഇന്ത്യയാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം. എന്തുകൊണ്ട്? ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഇതിന് ഏറ്റവും പറ്റിയ സമയം. കാരണം അമേരിക്ക യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുക. അല്ല എങ്കിൽ നമ്മളും പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാൽ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങും. ഒരു യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്ക അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അവർ ഇറാനിൽ ഓൾറെഡി ഒരു യുദ്ധത്തിലാണ്, ഉക്രൈനിൽ വേറൊരു യുദ്ധത്തിലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനൊക്കെ. അപ്പോൾ 2 യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യത്തിന് 3ാമതൊരു യുദ്ധം തുറക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അമേരിക്ക തായ്വാനോട് പറഞ്ഞത്, അഭ്യാസമൊന്നും കാണിക്കരുത്, ചൈനയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാലും സഹായിക്കാൻ ഞങ്ങൾ എത്തണമെങ്കിൽ ഒത്തിരി ദൂരം വരേണ്ടി വരും, എളുപ്പമല്ല എന്ന് പറഞ്ഞു. കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പല മേഖലയിൽ പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, അമേരിക്കയുടെ ആധിപത്യത്തെ തകർക്കണമെങ്കിൽ ഇന്ത്യ, റഷ്യയും ചൈനയും 3 പേരും മാത്രം വിചാരിച്ചാൽ മതി. കൂട്ടത്തിലൊന്ന് ഉത്തര കൊറിയയും കൂടെ വിചാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. POK മേഖലയെ ഇന്ത്യ ആക്രമിക്കുക, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക, റഷ്യ പതുക്കെ ഉക്രൈൻ പൂർണ്ണമായിട്ട് പിടിച്ചെടുത്ത് ഒപ്പം തന്നെ പോളണ്ടിലേക്ക് സൈനിക നീക്കം നടത്തുക, ചൈന തായ്വാൻ പിടിച്ചെടുക്കുക, ഉത്തര കൊറിയ സൗത്ത് കൊറിയയിലേക്ക് ഒരു സൈനിക നീക്കം നടക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നാൽ ഒരിക്കലും ഇത് അമേരിക്കയോ സഖ്യകക്ഷികൾക്കോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലും പറ്റില്ല. പരാജയപ്പെട്ടു പോകും. എവിടെ യുദ്ധം ചെയ്താലും അമേരിക്ക പരാജയപ്പെടും. കാരണം 5 യുദ്ധമുന്നണികൾ 4 രാജ്യങ്ങളുമായിട്ട് ഒരേ സമയത്ത് അമേരിക്കയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4ഓ 5ഓ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ യുദ്ധമോ ഒരേ സമയം തുടർന്നാൽ ഒട്ടും തന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോവുമോ എന്ന് പോലും സംശയിക്കണം. എന്തായാലും ആ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ആ തീരുമാനം എടുക്കേണ്ടത് പ്രധാനമായിട്ട് 3 രാജ്യങ്ങളാണ്. ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നിട്ടാണ്. ഇപ്പോഴുണ്ടായ ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് അമേരിക്കയുടെ തീരുമാനമാണോ മറിച്ച് ഇന്ത്യയുടെ തീരുമാനമാണോ? ഇന്ത്യയുടെ തീരുമാനമാണെങ്കിൽ അത് ഇന്ത്യ ഒറ്റയ്ക്കാണോ അതോ റഷ്യയും ചൈനയും ചേർന്ന് ആലോചിച്ചിട്ട് ചെയ്തതാണോ?
റഷ്യയും ചൈനയും ചേർന്ന് ആലോചിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: അമേരിക്കയെ പല യുദ്ധമുന്നണികളിൽ ശ്വാസം മുട്ടിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഹോർമൂസ് അടഞ്ഞു കിടന്ന ഹോർമൂസിനെ തുറക്കാൻ ഒരു സമാധാന കരാർ പറ്റിയെങ്കിലും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും കുത്തിത്തിരിപ്പ് കാരണം യഥാർത്ഥത്തിൽ ആ കരാർ വീണ്ടും പ്രതിസന്ധിയിലായി. ഹോർമൂസ് വീണ്ടും അടഞ്ഞിരിക്കുന്നു. ലോകത്തിന് ഈ പ്രതിസന്ധി അതേ നാൾ താങ്ങാൻ പറ്റില്ല. ഒന്നുകിൽ ഇറാനെ പൂർണ്ണമായിട്ട് കീഴടക്കി അമേരിക്കയുടെ ആധിപത്യം സ്ഥാപിച്ചിട്ട് ഹോർമൂസ് തുറക്കണം. അത് റഷ്യയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും താല്പര്യമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അമേരിക്ക പൂർണ്ണമായിട്ട് തോൽക്കണം. തോറ്റിട്ട് നമുക്ക് ഹോർമൂസ് തുറന്നു കിട്ടണം. അമേരിക്കയുടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കണം. അമേരിക്ക യുദ്ധം നിർത്തി മാറിപ്പോണം. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ആഗോളതലത്തിൽ പ്രതിസന്ധി കൊടുത്താൽ മാത്രമേ വല്ലതും പറ്റുള്ളൂ. റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന് അമേരിക്ക പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അമേരിക്ക ഒരു കാര്യം മനസ്സിലാവും: അതിനെതിരെ നീങ്ങുന്നത് ലോകയുദ്ധത്തിന് വഴിതെളിക്കും. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ അമേരിക്കയോടൊപ്പം യുദ്ധത്തിന് ഇറങ്ങാൻ തയ്യാറാവില്ല. കാരണം ഓൾറെഡി അവരുടെ കാര്യം പരുങ്ങലിലാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവിടെ മൊത്തം സാമ്പത്തിക പ്രശ്നം വന്നിരിക്കുകയാണ്. വിലക്കയറ്റമാണ്. അവിടെ മാർക്കറ്റുകളിൽ ധാരാളം ക്ഷാമമുണ്ട്. അവിടെ തന്നെ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഇത്തരൊരു ഘട്ടത്തിൽ ഒരിക്കലും യൂറോപ്യൻ യൂണിയന്, അതായത് നാറ്റോയിലെ സുപ്രധാന സഖ്യകക്ഷികൾക്ക് ആർക്കും തന്നെ അമേരിക്കയോടൊപ്പം പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇറാനെതിരെ യുദ്ധത്തിന് വേണ്ടി ടർക്കി എന്നുള്ള നാറ്റോ അംഗരാജ്യം തയ്യാറാവില്ല. അമേരിക്കയ്ക്ക് സ്വന്തം നിലയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഇസ്രായേലും അമേരിക്കയും മാത്രമേ ഇരുപക്ഷത്തുണ്ടാവുള്ളൂ. മാത്രമല്ല, ഇന്ത്യ അമേരിക്കയെതിരെ തുറന്ന യുദ്ധത്തിന് വരുവാണെങ്കിൽ ഇസ്രായേലിന് ചാടിക്കേറിയ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയെ പ്രീണിപ്പിച്ച് നിർത്താൻ എപ്പോഴും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്തൊന്നുമല്ല. പക്ഷേ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ സഹായം ഇസ്രായേലിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ ഞങ്ങളുടെ ഒപ്പമാണ് എന്ന് തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ മടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം, ഇസ്രായേലിന് വേണ്ടി അമേരിക്ക തുടങ്ങി വെച്ച ഈ യുദ്ധം അമേരിക്കയുടെ മാത്രം ബാധ്യതയായിട്ട് മാറും. അത്തരൊരു ബാധ്യതയായിട്ട് ഒരു ഇറാനെ കീഴടക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമാവില്ല. അപ്പോൾ ഇത്തരൊരു മെഗാ പ്ലാനിൻ്റെ ഭാഗമാണോ ബലൂചിസ്ഥാൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിമോചന പ്രഖ്യാപനം എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കണം. അമേരിക്കയാണോ ഇന്ത്യയാണോ? ഇന്ത്യയാണെങ്കിൽ അതിൻ്റെ മെഗാ ക്യാൻവാസ് എന്താണ്?